ഹലോ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് മീറ്റ് മസാല ഇട്ടിട്ട് ഒരു കിഴങ്ങ് കറി വെക്കണതാണ് കാണിക്കണം കേട്ടോ. അപ്പം ഇത് അതിനാവശ്യമായ സാധനങ്ങൾ: കിഴങ്ങ്, ഒരിത്തിരി ഇഞ്ചി, കരിയാപ്പല, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഉപ്പ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ചേരുവകൾ കാണിക്കാം കേട്ടോ. നമുക്ക് ഈ കിഴങ്ങ് ബാക്കി ചേരുവകളും എല്ലാം കുക്കറിലേക്ക് ഇടാം കേട്ടോ. കിഴങ്ങിട്ടു, സവാളയും പച്ചമുളകും ഇഞ്ചി, കറിവേപ്പിലയും ഉപ്പും നമുക്ക് ഈ കൂടെ തന്നെ ഇടാം. ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. മീറ്റ് മസാല ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ 1.5 സ്പൂൺ എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. ഇത് ഞാൻ ഇവിടെ തന്നെ പൊടിക്കണ പെരിഞ്ജീരക മസാലപ്പൊടിയാട്ടോ. അത് ഞാൻ ഒരു 2 സ്പൂൺ ഇടുവാണേ. അതിനകത്തേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇടുവാണേ. എടുത്ത് വെച്ചാണ് പൊടികളൊക്കെ ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വേണം കുക്കറിലേക്ക് ഇടാനായിട്ട്. ഇത് വയ്ക്കാം. തീ കുറയ്ക്കണേ. തീ കുറച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ശരിക്കും മൂപ്പിക്കാനേ. എന്നിട്ട് വേണം നമുക്ക് കുക്കറിലേക്ക് അത് ഇടാനായിട്ട്. മസാല ഇത്തിരി അധികം എരിവ് വേണമെന്നുള്ളവർക്ക് അധികം ഉപയോഗിക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ എരിവ് കുറവും മതിയല്ലോ, അത് കാരണം കൊണ്ട്. ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇത് മതി, പാകം. ഇത് മതി. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാവേ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കണേ. നമുക്ക് എന്നിട്ട് ഇനി കുക്കർ അടയ്ക്കാം കേട്ടോ. അതിനു മുമ്പ് ഇത് കണ്ടോ, വെള്ളം കണ്ടോ? ഈ കിഴങ്ങൊക്കെ മുകളിൽ അടിയിൽ നിൽക്കാൻ പാകത്തിന് അതിൻ്റെ മുകളിൽ തന്നെ അത്രയും മതി വെള്ളം. ഒരുപാട് വെള്ളം വേണ്ട. അപ്പം അടയ്ക്കാം. നമുക്കിനി തുറന്നിട്ട് ഇതുണ്ടോ, കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വേവണം കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് നമ്മളത് ഇങ്ങനെ ഉടച്ചിട്ട് ചേർക്കും കിഴങ്ങ്. ഇതുണ്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് ഉടച്ച് ചേർത്ത് കഴിയുമ്പോൾ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. പിന്നെ അതുപോലെ ഞാനൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള കറികൾ വയ്ക്കുമ്പോൾ ഒരിത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയുള്ള കറിക്കൊക്കെ നല്ലതായിട്ട് കിട്ടും. ഇനി ഇത് വെള്ളം ഇത്തിരി കൂടി വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി. ഇതിന് നമുക്കുണ്ടല്ലോ, ഇതിൻ്റെ പച്ച ചൊവ്വയൊന്ന് മാറണേ. മസാലയുടെ ഒരു കുത്ത് വരും. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നോടെ സ്റ്റൗ ഓണാക്കിയിട്ട് സിമ്മിൽ വെച്ച് കൊടുക്കണം. സിമ്മിൽ വെച്ച് ഇച്ചിരി നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതൊന്നുകൂടെ നല്ലപോലെ തിളച്ചിട്ട് അതിൻ്റെ ആ മസാലയുടെ കുത്തൊക്കെ അങ്ങ് മാറും. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചയൊക്കെ മാറിയേ. നമുക്കിത് ഇപ്പുറത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റൗവിലേക്ക് തന്നെ ഇത് കടുക് പൊട്ടിക്കാനായിട്ട് വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളക്, ഉള്ളി, കരിയാപ്പില ഇത്ര സാധനം ഇതിലേക്ക് ഇട്ടിട്ട് മൂപ്പിക്കാം. ഇടട്ടെ മോനെ. നോക്കട്ടെ.
ഇതിപ്പോൾ മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം. എന്ത് കറി വയ്ക്കുമ്പോഴും അത് കടുക് മൂപ്പിച്ചിട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേണേ ഇത് യോജിപ്പിക്കാൻ. അപ്പോഴതിൻ്റെ ആ ഇത് വരുള്ളൂ, ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ, ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് പരീക്ഷിച്ചവരൊന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.